ഹായ് ഓൾ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് മെയിനായിട്ടും വരുന്നത് 2D ട്രാൻസ്ഫോർമേഷനിലാണ്. 2D ട്രാൻസ്ഫോർമേഷൻ മീൻസ് ഒരു ഒബ്ജക്റ്റിനെ നമ്മളൊരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മളൊരു 2 ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ടും 3 ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്ലേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് റൊട്ടേഷൻ, തേർഡ് വൺ ഈസ് സ്കെയിലിംഗ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ, ദാറ്റ് മീൻസ് മോർ ദാൻ വൺ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഒന്നിച്ച് ആക്കുന്നതിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എപ്പോഴും യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, 2 സക്സസീവ് ട്രാൻസ്ലേഷൻസ് ആർ സെഡ് ടു ബി അഡിറ്റീവ്. അതെങ്ങനെയാണെന്ന് പ്രൂവ് ചെയ്യാൻ. 2 സക്സസീവ് ട്രാൻസ്ലേഷൻസ് ആർ സെഡ് ടു ബി അഡിറ്റീവ്. അതെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? 2 സക്സസീവ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻസ് ചെയ്തു വരുന്നത് അത് ആഡ് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമുക്ക് ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇപ്പം നമ്മൾ പറയുകയാണ്, എനിക്ക് ഇവിടെയാണ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, അതിൻ്റെ പോയിൻ്റ് x1 y1 ആണെന്ന് വിചാരിക്കുക. എനിക്ക് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. എക്സ് ഡയറക്ഷനിൽ എനിക്കൊരു 3 വാല്യൂ കൂട്ടണം, വൈ ഡയറക്ഷനിൽ ഒരു 2 വാല്യൂ കൂട്ടണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഈ പോയിൻറ്റിൻ്റെ വാല്യൂ ഒരു 10 20 ആണെന്ന് വിചാരിക്കുക. ഞാൻ 3 കൂട്ടി കഴിയുമ്പോൾ ഇതിൻ്റെ വാല്യൂ 13, ദെൻ ഇതിൻ്റെ കൂടെ y കൂട്ടി കഴിയുമ്പോൾ 22 ആയി മാറും. അതായത് ഇതാണ് ഒറിജിനൽ പോയിൻ്റ് 10 20. ആ ഒരു ഒറിജിനൽ പോയിൻറ്റിനെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് 13 22 ആക്കി മാറ്റി. അപ്പോൾ ഇത് ട്രാൻസ്ലേഷൻ ഒരു എക്സാമ്പിളാണ്. ദെൻ എഗെയിൻ എനിക്ക് ഒന്നുകൂടെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നു 2 ട്രാൻസ്ലേഷൻസ് ആർ, അതായത് സക്സസീവ് 2 ട്രാൻസ്ലേഷൻസ് ആർ ഓൾസോ സെഡ് ടു ബി അഡിറ്റീവ് എന്ന് പറയുന്നു. അതെങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിനിയിപ്പോൾ ഒന്നുകൂടെ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പോയിൻറ്റ് 10 20 ആയിരുന്നു, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ 13 22 ആയി. ദെൻ അതിനെ എഗെയിൻ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുവാണ് ഒരു 5 6 ഇട്ട്. ഇതാണ് ട്രാൻസ്ലേഷൻ വെക്ടേഴ്സ്. ഇതിനെ ബേസ് ചെയ്തിട്ട് എക്സ് ഡയറക്ഷനിൽ ഞാൻ 5 കൂട്ടുവാണ്. അപ്പോൾ ഇതിവിടെ 18 ആയി. ദെൻ വൈ ഡയറക്ഷനിൽ 6 കൂട്ടി കഴിഞ്ഞപ്പോൾ ഇവിടെ 28 ആയി. അപ്പോൾ ന്യൂ പോയിൻ്റ് ഈസ് 18 28. അപ്പോൾ ഇനീഷ്യൽ പോയിൻറ്റ് 10 20 ആയിരുന്നു. ദെൻ അതിനെ ഞാൻ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് 13 22 ആക്കി. ദെൻ അഗെയിൻ ട്രാൻസ്ലേറ്റ് ചെയ്തു 18 28. അപ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫസ്റ്റ് പാരാമീറ്റർ 3 2ഉം സെക്കൻഡ് പാരാമീറ്റർ 5 6ഉം ആയിരുന്നു. ഇതാണ് 2 സക്സസീവ് ട്രാൻസ്ലേഷൻ. 2 തവണ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇനി ആ 2 തവണ ട്രാൻസ്ലേറ്റ് ചെയ്തതിന് പകരമായിട്ട് എനിക്ക് ഒറ്റ തവണ ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? ഈ വാല്യൂ ഉണ്ടല്ലോ, അതായത് ഈ 3 2 എന്നുള്ള വാല്യൂ ഈ 5 6 എന്നുള്ള വാല്യൂ ഒന്ന് ആഡ് ചെയ്തിട്ട് ഞാൻ ട്രാൻസ്ലേഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്താൽ മതി. ഇപ്പോൾ 2 തവണ ഇപ്പോൾ ഈ 10 20 എന്നുള്ള പോയിന്റിൽ നിന്ന് 18 28 ആവാൻ 2 തവണ ഇവിടെ ട്രാൻസ്ലേഷൻ നടത്തി. അതിന് പകരമായിട്ട് നമ്മൾ ഫസ്റ്റിലെ ഈ എക്സ് ഡയറക്ഷനിലെ ഈ വാല്യൂസ് കൂട്ടുക, 8 എന്ന് കിട്ടി. വൈ ഡയറക്ഷനിൽ ഇത് രണ്ടും കൂടെ കൂട്ടുക, അപ്പോഴും 8 എന്ന് കിട്ടി. ദെൻ ഈ 8 എന്നുള്ള വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് ട്രാൻസ്ലേഷൻ പെർഫോം ചെയ്യുക. ഇൻപുട്ട് വാല്യൂസ് 10 20. ദെൻ ഇതിൻ്റെ കൂടെ 8 ആഡ് ചെയ്യുക, ഇപ്പോൾ 18 ആയി. ഇതിൻ്റെ കൂടെ 8 ആഡ് ചെയ്യുക, 28 ആയി. അപ്പം നമുക്ക് ഒരു തവണ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ ഞാനിപ്പോൾ 2 തവണ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴും ഈ സെയിം ആൻസർ കിട്ടി, ഒരു തവണ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴും സെയിം ആൻസർ കിട്ടി. പക്ഷേ രണ്ടാമത്തെ തവണ നമ്മൾ ആ ട്രാൻസ്ലേഷൻ വെക്ടേഴ്സ് പോയിൻറ്റ്സ് തമ്മിലൊന്ന് ആഡ് ചെയ്യേണ്ട വന്നു. ഈ 2 തവണ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒറ്റ തവണ ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. അതാണ് ഇവിടെ പറയുന്നത് 2 സക്സസീവ് ട്രാൻസ്ലേഷൻസ് ആർ സെഡ് ടു ബി അഡിറ്റീവ്. ഇനി അതെങ്ങനെയാണ് ഒരു ഇക്വേഷൻ വെച്ചിട്ട് പറയണമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻറ്റിനെ, ഇതാണ് ഫസ്റ്റ് പോയിൻ്റ് P. ദെൻ ആ പോയിൻറ്റിനെ ഒരു TX1 TY1 എന്നുള്ളൊരു വാല്യൂ യൂസ് ചെയ്തു, അതായത് 3 2 എന്നുള്ളൊരു ട്രാൻസ്ലേഷൻ വെക്ടർ യൂസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നമ്മൾ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ കിട്ടുന്ന ആൻസർ P' ആണെന്ന് വിചാരിക്കുക. രണ്ടാമത് എഗെയിൻ ഒന്നുകൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടിയ ആൻസറിനെ എഗെയിൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടി. അതാണിപ്പോൾ 18 28. അതാണ് ഈ കാണിച്ചേക്കുന്നത്. അതായത് ഇപ്പോൾ ഫസ്റ്റ് Pനെ ഒരു തവണ ട്രാൻസ്ലേറ്റ് ചെയ്തു, ആ കിട്ടിയ ആൻസറിനെ അടുത്ത തവണ ട്രാൻസ്ലേറ്റ് ചെയ്തു. അതാണ് ഫൈനൽ ഔട്ട്പുട്ട്.
അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ട്രാൻസ്ലേഷൻ വെക്ടേഴ്സ് ഒന്ന് ആഡ് ചെയ്താൽ മതി. TX1 + TX2. ട്രാൻസ്ലേഷൻ വെക്ടേഴ്സ് മീൻസ് ഇവിടുത്തെ 3യും ഈ 5ഉം ഒന്ന് ആഡ് ചെയ്യുക, അപ്പോൾ 8 എന്ന് കിട്ടും. ഇതാണ് TX1 + TX2. 5ഉം 3യും ആഡ് ചെയ്യുക. അതുപോലെ തന്നെ 2ഉം 6ഉം വൈയുടെ വാല്യൂ, വൈ ഡയറക്ഷനിലുള്ള വാല്യൂ 2ഉം 6ഉം ആണ്, അതും ഒന്ന് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ 2 ട്രാൻസ്ലേഷൻ നടത്തുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ട്രാൻസ്ലേഷൻ വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ഒരേ ഒരു തവണ ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ സിമ്പിളാണ്, പക്ഷേ അത് ഇമ്പോർട്ടൻറ്റുമാണ്. 2 സക്സസീവ് ട്രാൻസ്ലേഷൻസ് ആർ സെഡ് ടു ബി അഡിറ്റീവ്. അതേപോലെ തന്നെ റൊട്ടേഷൻ്റെ കേസിലും 2 സക്സസീവ് റൊട്ടേഷൻസ് ആർ സെഡ് ടു ബി അഡിറ്റീവ്. ഇൻ കേസ് ഓഫ് സ്കെയിലിംഗ് വരുമ്പോൾ 2 സക്സസീവ് സ്കെയിലിംഗ് ആർ മൾട്ടിപ്ലിക്കേറ്റീവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 3 കേസും ഇംപ്ലിമെൻറ്റ് ചെയ്യും നമ്മൾ. വിത്ത് എക്സാമ്പിൾ നമുക്ക് പറയാം, അതിനോടൊപ്പം തന്നെ മെട്രിക്സ് റെപ്രസെൻറ്റേഷനും കൊടുക്കാം. ഇനി എങ്ങനെയാണ് 2 സക്സസീവ് റൊട്ടേഷൻസ് അഡിറ്റീവ് ആണെന്ന് പറയുന്നത് നോക്കാം. അതും നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ഒരു ഇൻപുട്ട് പോയിൻ്റ്, അതിന് ഞാൻ ഫസ്റ്റിലെ ഒരു 30 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തു. ദെൻ ആ കിട്ടിയ ആൻസറിന് ഞാനൊരു 60 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ അത് രണ്ട് റൊട്ടേഷൻ അവിടെ പെർഫോം ചെയ്തു. ഫസ്റ്റ് 30 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തു, കിട്ടിയ ആൻസറിന് 60 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തു. അതിന് പകരമായിട്ട് ഒറിജിനൽ ഇൻപുട്ടിനെ 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്താലും സെയിം ആൻസർ കിട്ടുമല്ലോ. അതെങ്ങനെ 90 ഡിഗ്രി എന്ന് മനസ്സിലായത്, 60 + 30 ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനൽ പോയിൻ്റ്. ആ പോയിൻറ്റിനെ നമ്മൾ θ1 വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തു. ആ കിട്ടിയ ആൻസർ θ1 മീൻസ് 30 വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തു. ആ കിട്ടിയ ആൻസറിനെ നമ്മൾ θ2 വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് 60 വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടി. അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ θ1 + θ2 ആഡ് ചെയ്യുക. ദാറ്റ് മീൻസ് 30 + 60 ആഡ് ചെയ്യുക, 90 എന്ന് കിട്ടി. ഒരേ ഒരു തവണ റൊട്ടേഷൻ പെർഫോം ചെയ്താൽ മതി. അതാണ് ഇത്. പി എന്നുള്ള ഒറിജിനൽ പോയിൻറ്റിനെ ഈ 60 + 30 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 90 ഉണ്ടല്ലോ, ആ 90 വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഇതിനെ 2 സക്സസീവ് റൊട്ടേഷൻസ് ആർ അഡിറ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്കെയിലിങ്ങിൻ്റെ കേസിൽ 2 സക്സസീവ് സ്കെയിലിംഗ് ആർ മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സ്കെയിലിംഗ് ഓപ്പറേഷൻ 2 തവണ ചെയ്യുന്നതിന് പകരം ആ സ്കെയിലിംഗ് ഫാക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ഡയറക്ഷനിലുള്ള സ്കെയിലിംഗ് ഫാക്ടറാണ് SX, വൈ ഡയറക്ഷനിലുള്ള സ്കെയിലിംഗ് ഫാക്ടറാണ് SY. അപ്പോൾ നമ്മുടെ കേസിൽ ഫസ്റ്റിലെ 2 സ്കെയിലിംഗ് ഫാക്ടർ ഉണ്ട്. ആദ്യം നമ്മൾ ഒരു സ്കെയിലിംഗ് ഫാക്ടർ വെച്ചിട്ട് സ്കെയിൽ ചെയ്തു. ദെൻ ആ കിട്ടുന്ന ആൻസറിന് രണ്ടാമത്തെ സ്കെയിലിംഗ് ഫാക്ടർ വെച്ചിട്ട് സ്കെയിൽ ചെയ്തു. അതിന് പകരമായിട്ട് നമുക്ക് തന്നേക്കുന്ന ഇൻപുട്ട് സ്കെയിലിംഗ് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. SX1 × SX2 അത് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ SY1ഉം SY2 മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ട് സ്കെയിലിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് 2 സക്സസീവ് സ്കെയിലിംഗ് ആർ മൾട്ടിപ്ലിക്കേറ്റീവ് എന്നുള്ള ഒരു പ്രൂഫ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണിത്. ഈ 3 പോയിൻറ്റ്സും 2 സക്സസീവ് സ്കെയിലിംഗ് ആർ മൾട്ടിപ്ലിക്കേറ്റീവ്, 2 സക്സസീവ് ട്രാൻസ്ലേഷൻ ആർ അഡിറ്റീവ് ആൻഡ് 2 സക്സസീവ് റൊട്ടേഷൻസ് ആർ അഡിറ്റീവ്. Thank you for watching the video.